കാലം വന്ന അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് പാവപ്പെട്ടവനെ കണ്ടെത്തിയിട്ട് അവന്റെ സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം പണക്കാരൻ കൊടുത്തില്ലെങ്കിൽ നമ്മൾ നമസ്കരിക്കുന്ന നിസ്കാരം അല്ലാഹുക്ക് വേണ്ട. മഹാനായ സൈനുൽ ആബിദീൻ തങ്ങളെ അറിയുമോ? റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മകള് പൊന്നുമോള് ഫാത്തിമയുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോനാ മഹാനായ സൈനുൽ ആബിദീൻ തങ്ങൾ കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ടവരെ, രാജകുമാരന്മാര്, രാജാക്കന്മാര്, സൗദിയിലെ രാജകുമാരന്മാര് പോലെ കടന്നു വരുമ്പോ ആ ഹറമിന്റെ മട്ടാഫിൽ നിന്ന് ആരും മാറി കൊടുക്കാതിരിക്കുമ്പോ സൈനുൽ ആബിദീൻ തങ്ങൾ കടന്നു വരുമ്പോ മട്ടാഫില് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നവര് ഹജറുൽ അസ്വദ് തൊട്ടുമുട്ടാൻ വേണ്ടി കാത്തുകിട്ടി നിന്നിട്ട് അവസാന സമയം കിട്ടുമ്പോ ആ ഹജറുൽ അസ്വദ് ചുംബിക്കാൻ വേണ്ടി വരുന്നവര്, എന്റെ പ്രിയപ്പെട്ടവരെ, സൈനുൽ ആബിദീൻ തങ്ങൾ വരുന്നെന്ന് കണ്ട എല്ലാവരും മാറിക്കൊടുക്കും. അത്ര ബഹുമാനമാണ്, ആദരവാണ്. റസൂലുള്ളാഹിന്റെ പൊന്നാര മകള് ഫാത്തിമയുടെ പ്രിയപ്പെട്ട പൊന്നുമോ ഹുസൈനിന്റെ പൊന്നുമോനല്ലേ? റസൂലുള്ളാഹിന്റെ തോളിൽ കിടന്ന് വളർന്ന ഹുസൈൻ തങ്ങളുടെ മകനല്ലേ സൈനുൽ ആബിദീൻ തങ്ങൾ? എല്ലാവരും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന സൈനുൽ ആബിദീൻ തങ്ങൾ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ എന്റെ സഹോദരങ്ങള് പാവപ്പെട്ടവന് വിശന്ന് കിടക്കുന്ന സന്ദർഭമില്ല. പാവപ്പെട്ടവരുടെ വീടിന്റെ മുന്നില് നേരം പാതിരാത്രി പാവപ്പെട്ടവർ വിശന്ന് കിടക്കുമ്പോ നേരം വെളുക്കുന്ന സന്ദർഭത്തിൽ വീട്ടുമുറ്റത്തതാ ഭക്ഷണം ഇരിക്കുകയാ. പാവപ്പെട്ടവന്റെ വീട്ടിന്റെ മുമ്പിൽ വിഷം നൊട്ടിയ വയറുമായി കഴിയുന്ന പാവപ്പെട്ടവര് മക്കളെ പാതിരാത്രി കരയിച്ച് ഇറത്തുറക്കിയ മാരാക്കള് നേരം വെളുത്ത് നോക്കുമ്പോൾ വീടിന്റെ മുമ്പിൽ സുഭിക്ഷമായ ഭക്ഷണം ഇരിക്കുകയാ. ആരാണ് കൊണ്ടുവച്ചതെന്നറിയില്ല, ആരാണിത് കൊണ്ടുവച്ചതെന്നറിയില്ല. നേരം വെളുക്കുമ്പോൾ ഭക്ഷണം ഇരിക്കും, ആർത്തിയോടെ കഴിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, വർഷങ്ങളോളം തുടർന്നു കൊണ്ടിരുന്നു. ആരാണ് ഭക്ഷണം വെക്കുന്നറിയില്ല, പക്ഷെ ആർത്തിയോടെ കഴിക്കുന്ന പാവപ്പെട്ടവര്. മഹാനായ സൈനുൽ ആബിദീൻ തങ്ങൾ മരണപ്പെട്ടു പോയി, ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. സൈനുൽ ആബിദീൻ തങ്ങൾ മരണപ്പെടുമ്പോൾ എന്റെ സഹോദര, എന്റെ സഹോദരിമാരെ, സൈനുൽ ആബിദീൻ തങ്ങൾ മരണപ്പെട്ടു. എല്ലാവരും കൂടി അടക്കി. നേരം വെളുത്തപ്പോൾ പിന്നെ പാവപ്പെട്ടവന്റെ വീട്ടുമുറ്റത്ത് ഭക്ഷണമില്ല. അപ്പോഴാണ് മനസ്സിലാക്കിയത് ഇതെല്ലാം കൊണ്ടുവച്ചത് സൈനുൽ ആബിദീൻ തങ്ങളാ. പാവപ്പെട്ടവന്റെ വീട്ടുമുറ്റത്ത് ഭക്ഷണം കൊണ്ടുവച്ചത് സൈനുൽ ആബിദീൻ തങ്ങളാണെന്ന് മനസ്സിലാക്കിയത് എന്റെ സഹോദരങ്ങളെ എപ്പോഴെന്നറിയോ? അത് സൈനുൽ ആബിദീൻ തങ്ങൾ മരണപ്പെട്ടു. മരിച്ചതിന് ശേഷം ആ ഭക്ഷണം എത്താത്തതിന്റെ പേരിലാണ്. എന്റെ സഹോദരങ്ങളെ, ഈ ഒരു നിലപാട് തുടർന്ന് വന്നപ്പോ സൈനുൽ ആബിദീൻ തങ്ങളെ കഫൻ പൊതിഞ്ഞ് അടക്കുന്നവര് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, മഹാനവറുകളുടെ രണ്ട് തോളിന്റെ പുറത്തും കറുത്ത പാടായിരുന്നു. പാതിരാത്രി വീടിന്റെ മുമ്പിൽ ഓരോ പാവപ്പെട്ടവന്റെ വീട് അന്വേഷിച്ചുകൊണ്ട് ആ വീടിന്റെ മുമ്പിൽ ഭക്ഷണ പദാർത്ഥം കൊണ്ടുവെക്കുമ്പോ സ്വന്തമായി ഒരാൾ പോലും അറിയാതെ തോളിലേറ്റിക്കൊണ്ട് ഈ പാവപ്പെട്ടവന്റെ വീട്ടുമുറ്റത്ത് കൊണ്ടുവച്ച കറുത്ത പാടാണ് സൈനുൽ ആബിദീൻ തങ്ങളുടെ രണ്ട് തോളിലും ഒന്ന് കുളിപ്പിച്ച് കഫൻ പൊതിഞ്ഞവര് രേഖപ്പെടുത്തിയെങ്കിൽ എന്റെ സഹോദരങ്ങളെ, പാവപ്പെട്ടവനെ അവഗണിച്ചുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമസ്കാരം നിലനിർത്തണേ, ഒപ്പം നമ്മൾ സക്കാത്തും കൊടുക്കണം.